മിമിക്രി ആണോ മോണാക്ട് ആണോ അങ്ങനെ ഇതിന്റെ ഒരു അളവും അതിരും ഒന്നും അറിയാത്ത ആൾക്കാരോട് പിന്നെ ഗ്രേഡ് ഇടാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കണില്ല ചേട്ടാ. നമ്മൾ എന്താണ് തെറ്റെന്ന് ചോദിക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഷീറ്റിൽ എഴുതിയിട്ടുണ്ടാവും ഇത് പോയി അത് പോയി ഇത് കുറച്ചുകൂടി നന്നാക്കായിരുന്നു. അപ്പോൾ ഇവർ വന്ന് ചോദിക്കും വെടിക്കെട്ടില്ലേ അത് കുറച്ചുകൂടി പെട്ടെന്ന് ഷോർട്ടായി നിർത്തി. എനിക്ക് പറയാൻ സാധനങ്ങളുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. 12 ഞാൻ എഴുതി വെച്ചു. എന്തെങ്കിലും പറഞ്ഞേ പറ്റത് കഴിഞ്ഞിട്ട് ബൈക്ക് എടുത്തിട്ട് ഇതേ രസം എന്താ പറയുക, തൃശ്ശൂർ നടന്നാന്ന് പറയും വീഡിയോസൊക്കെ എടുത്ത് നോക്കിയോ, ഒരാളെ പറയണുള്ളൂ അതിനെക്കുറിച്ച്. പറഞ്ഞ വാക്കുകളും സാധനം ഞാൻ ഇപ്പോഴും എഴുതിയിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാലോ, ഇതൊന്നും അല്ലാതെ കുറച്ച് പഴയകാല പ്രസംഗങ്ങൾ കൂടെ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. എന്ത് പ്രസംഗവും മിമിക്രിയായിട്ട് എന്താ ബന്ധം? ഞാൻ പഠിച്ചുള്ള ശബ്ദത്തിൻ്റെ ഒരു സാധനമാണ് മിമിക്രി പഠിച്ചുള്ളത്. ആ വീഡിയോ ഒക്കെ എടുക്കപ്പെടും. അത് വെച്ച് കേസ് മീൻസ് ഒരുപാട് വാർത്ത ഇതിലുണ്ടായി. അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന മിമിക്രിക്കാരോട് എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് അല്ല, നമ്മൾ വിചാരിച്ചൊരു സാധനമല്ലേ പേശ്വാസ് സാർ പാടി ഇവരൊക്കെ പാടിയെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സാധാരണക്കായ തൃശ്ശൂർക്കാർ വേടൻ എന്ന് പറയുന്ന ഒരു ഓളം ഉണ്ടാക്കാൻ ആ ഒരു ലെജൻഡിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ലെജൻഡ് നമ്മൾ പറയാണ് ഇദ്ദേഹം പാട്ടുകാരനാണ്, ഇത് പ്രഭുദാസാറുണ്ട്, രണ്ടുപേരുണ്ടെന്ന് പറയുമ്പോഴും ഇതൊന്നും തൊടാതെ കത്തി നിൽക്കുന്ന ആൾക്കാരിൽ പല ആൾക്കാരിൽ ഒരാൾ മണിച്ചേട്ടൻ. എല്ലാം പാട്ട് പഠിച്ചിട്ടാണോ? അല്ല, ആൾക്കാർ സാധനം ഉണ്ടാക്കാൻ പറ്റി. ഇനി ആര് തന്നെ വന്ന് എത്ര വലിയ ആർട്ടിസ്റ്റ് വന്നാലും മണിച്ചേട്ടൻ കയറിക്കഴിഞ്ഞാൽ കഥ മാറി. നമ്മളെല്ലാവരും കണ്ടോ, ഒന്നും പറയില്ല. അതുപോലെ തന്നെ ആൾക്കാർക്കില്ലാത്ത കുറ്റങ്ങളില്ലേ, അങ്ങനെ പാടാൻ പാടില്ല, ഇങ്ങനെ പാടാവില്ല, എന്ത് ആസ്വദിക്കുന്നില്ലേ? ഞാൻ പറയണേ, ആൾക്കാർക്ക് ഇഷ്ടമുള്ള, ആൾക്കാരെ വേദനിപ്പിക്കാത്ത, ഇതൊക്കെയാണ് എൻ്റെ മെയിൻ കണ്ടന്റ്. വേദനിപ്പിക്കാത്ത. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയാം. മലയാളത്തിൽ മിമിക്രിക്കാരൻ നമ്മളിപ്പോൾ ഒരു ജാതി അങ്ങനെ പറയുന്നുണ്ട്, വളരെ ഇങ്ങനെ പറയുന്നുണ്ട്. കേരളത്തിൽ വ്യക്തമായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കുറേ രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നുണ്ട്. ചിലപ്പോൾ കോമഡിക്ക് പറയും, ചിലപ്പോൾ കളിയാക്കുന്ന രീതിയിൽ പറയും. തമിഴ്നാട്ടിൽ ഇതൊന്നും ചെയ്യാൻ പറഞ്ഞോക്കെ അടി കിട്ടും. അവനുണ്ടാവില്ലേ? മിമിക്രി നിർത്തിയിട്ട് വീട്ടിലേക്ക് ഇറങ്ങാണ്ട് മയക്കണ്ട പേടിച്ചിരിക്കും. കാരണം അവിടെ സിസ്റ്റം ഉണ്ട്, ഒരാളെയും കളിയാക്കരുത്, കളിയാക്കാതെയുള്ള നല്ല നർമ്മങ്ങൾ ചേർത്തിട്ടില്ല, നമ്മൾ സന്തോഷിക്കാൻ പറ്റുന്ന. ഇപ്പോൾ മാജിക് തന്നെ എടുക്കുക. മാജിക് എടുത്തിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുക, നമുക്ക് ആവശ്യമില്ലാതെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അതും ജനങ്ങളിലേക്കാണ് എത്തുന്നത്.